വർക്കൊക്കെ ഓഫീസിൽ ഇരുന്ന് ചെയ്താ പോരെ? ഇന്നൊരു ഞായറാഴ്ച കിട്ടിയിട്ട് ദത്തണ്ണ എനിക്കൊന്ന് കണി കാണാൻ കിട്ടിയോ? ഞാനിവിടെ ഇങ്ങനെ പാറ പോലെ ഇരിക്കല്ലേ ആമി, നീ കണ്ടോ? എനിക്ക് അങ്ങനെ കാണണ്ട. പിന്നെ എങ്ങനെ കാണണം? എന്റെ ഭർത്താവായിട്ട് കാണണം. ശരി, കണ്ടോ? ഒരൊറ്റ കുത്തു വെച്ചിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും ദത്തണ്ണ ഒരു കുലുക്കമില്ല. അതെങ്ങനെയാ? ഭാര്യയോട് സ്നേഹം ഉണ്ടായിട്ടുണ്ടേ. അല്ല, ഇപ്പൊ എന്താ ഇവിടെ ഒരു സ്നേഹക്കുറവിന്റെ പ്രശ്നം? ദത്തന് പാചകം അറിയോ? എന്തോന്ന്? വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവുന്നു. പണ്ട് നമ്മളെ ദത്തന്റെ വീട്ടിലായിരിക്കുമ്പോ അവധി ദിവസമൊക്കെ എന്റെ കൂടെ അടുക്കളയിൽ കയറുമായിരുന്നല്ലോ. എന്നിട്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ഓരോന്നുണ്ടാക്കി തരുമായിരുന്നില്ലേ? അല്ല, ആ ജീവിതമായിരുന്നു നല്ലത്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടങ്ങ് താമസം മാറിയേക്കാം. നീയല്ലേ പറഞ്ഞത് ഡെലിവറി കഴിയുന്നവർ ഇവിടെ മുത്തശ്ശിയോടെ നിൽക്കണമെന്ന്? ഞാനും നിന്റെ കൂടെ ഉണ്ടാവണം, അത് നിനക്ക് സമാധാന സന്തോഷമെന്ന്. ഇപ്പൊ പിന്നെ നിനക്ക് ഇങ്ങനെ? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ദത്തേട്ടൻ എന്റെ കൂടെ ഇപ്പൊ അടുക്കളയിൽ വരണം. നിനക്കിത് എന്തിന്റെ കേടാമി? ദത്തേട്ടന് വരാൻ പറ്റോ ഇല്ലയോ അത് പറ. എനിക്ക് ദത്തേട്ടൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കണം. സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ. അവിടെ ആദ്യമാണെങ്കിൽ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്. അത് പറ. ഇപ്പോഴെനിക്ക് മനസ്സിലായി ആ അലവലാതെ എന്തെങ്കിലും കുരുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇവനെന്ത് ഇങ്ങനായി പോയത്? അവനെ ഭാര്യയോട് സ്നേഹമുണ്ട്, അല്ലാതെന്താ? എന്റെ ആമി, ഇതിന്റെ പേര് സ്നേഹമൊന്നുമല്ല. അവനെ മുഴുവട്ടാ. അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ ചീപ്പാവൂ? ചീപ്പ് കണ്ണാടിയൊന്നുമല്ല, ആത്മാർത്ഥതയോ. എന്താന്ന് ഈ പൊട്ടത്തരോ? എന്റെ ആമി, ഇവിടെ വേലക്കാരുള്ള വീടല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാ പോരെ, അവനുണ്ടാക്കി തരില്ലേ? ഇനി അതല്ല, നിനക്ക് വല്ല ചൈനീസോ മറ്റോ വേണമെങ്കിൽ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചുതരാം. ആർക്ക് വേണോ അതൊക്കെ? എനിക്ക് ദത്തന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം മതി. ചെടി, എനിക്കിവിടെ 100 കൂട്ടം പണി കിടക്കുക. അതവിടെ കിടന്നോട്ടെ. ഈ പണി കഴിഞ്ഞ് മതി ഇനി ഏത് പണി. ദത്തൻ ഇങ്ങോട്ട് വന്നേ. വിട്ടെ എന്റെ ആമി, ഞാനൊന്ന് പറയട്ടെ. ആമി, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇങ്ങോട്ട് വന്നേ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതുവരെ നാണം മാറിയില്ല മനുഷ്യ. അയ്യേ ആമി, ആരും കാണും, ഒന്ന് ചുമ്മാ ഇരിക്കും.